നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങൾക്കുമേൽ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിച്ച പകരം തീരുവകൾ ചവറ്റുകുട്ടയിലെറിഞ്ഞ US സുപ്രീം കോടതിയുടെ വിധി ഇനിയും നടപ്പിലായില്ല. സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവർ ഇപ്പോഴും ട്രംപിന്റെ പകരം തീരുവ തന്നെയാണ് അടയ്ക്കുന്നത്. US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഇനിയും അവരുടെ കാർഗോ സിസ്റ്റം മാനേജ്മെന്റ് സർവീസ് പുതുക്കിയ തീരുവ പ്രകാരം അപ്ഡേറ്റ് ചെയ്യാത്തതാണ് കാരണം. ട്രംപ് പ്രഖ്യാപിച്ച പുതിയ 15% ആഗോള തീരുവ പ്രകാരം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് കസ്റ്റംസ് നൽകുന്ന വിവരമെന്നാണ് പുറത്തുവരുന്ന വിവരം. സുപ്രീം കോടതിയിൽ നിന്നും ട്രംപിനേറ്റ കനത്ത തിരിച്ചടി മികച്ച അവസരമായി എടുക്കാനുള്ള തന്ത്രപൂർവമായ തീരുമാനത്തിലേക്ക് ഇന്ത്യ ചുവട് മാറ്റിയിരിക്കുകയാണ്. ഈ ആഴ്ച വാഷിംഗ്ടണിൽ ഇന്ത്യ US പ്രതിനിധികൾ തമ്മിൽ ഇടക്കാല വ്യാപാര കരാർ ചർച്ച നടക്കേണ്ടതാണ്. എന്നാൽ വാഷിംഗ്ടണിലേക്ക് തൽക്കാലം ഇല്ലെന്നും ചർച്ച പിന്നീട് ആകാമെന്നുമാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇടക്കാല കരാർ പ്രകാരം ഇന്ത്യക്കുള്ള തീരുവ 50-ൽ നിന്നും 18% ട്രംപ് കുറച്ചിരുന്നു. സുപ്രീം കോടതി വിധിക്കു പിന്നാലെ ഇത് ആഗോള താരിഫ് പ്രകാരം 10% പിന്നീട് അത് 15% ഉയർത്തി. ഈ 15% നിന്നും മാറ്റമുണ്ടായേക്കാം. 1974 ട്രേഡ് ആക്ട് സെക്ഷൻ 122 പ്രകാരം 150 ദിവസത്തേക്കാണ് ട്രംപ് 15% ആഗോള തീരുവ പ്രഖ്യാപിച്ചത്. ഈ ചട്ടം അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും മേൽ തീരുവ പ്രഖ്യാപിക്കാൻ ട്രംപിന് അധികാരമുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. സുപ്രീം കോടതിയിൽ നിന്നേറ്റ ആഘാതം മറികടക്കാൻ ട്രംപ് പുതിയ വഴികൾ തേടുന്നുണ്ട്. ചൈന, UK, യൂറോപ്യൻ യൂണിയൻ, മെക്സിക്കോ, ഇന്ത്യ തുടങ്ങിയ ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും മേൽ താരിഫ് ആയുധമായി ചുഴറ്റി നേടിയ മേൽക്കൈയാണ് കോടതി വിധിയോടെ നഷ്ടമായത്. ഇത് ട്രംപിനെ കടുത്ത അമർഷത്തിലാക്കിയിട്ടുണ്ട്. ഇടക്കാല വ്യാപാര കരാർ ചർച്ചയിൽ ഇന്ത്യൻ പ്രതിനിധികൾ ഇനി US കൂടുതൽ ഇളവുകൾ തേടിയേക്കും. ഇന്ത്യക്ക് അനുകൂലമായ കരാറിന് US തയ്യാറാകും വരെ കാത്തിരിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഒറ്റ ദിവസം 3 ഷോക്ക് കിട്ടിയ ട്രംപിനെ അരോസരപ്പെടുത്തിയിരുന്നു. അതായത് US GDP പ്രവചനങ്ങളെല്ലാം പൊളിച്ച് കുത്തനെ ഇടിഞ്ഞതും പണപ്പെരുപ്പം കത്തിക്കയറിയതും താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതും ഒറ്റ ദിവസമായിരുന്നു. GDP ഇടിഞ്ഞതിന് ട്രംപ് പ്രതിപക്ഷത്തെ പഴിചാരി. തീരുവ റദ്ദാക്കിയത് സുപ്രീം കോടതിയിലെ ചില ലജ്ജയില്ലാത്ത അമേരിക്ക വിരുദ്ധരായ ജഡ്ജിമാരെ എന്ന് ട്രംപ് ആരോപിച്ചിരുന്നു. ട്രംപിന്റെ താരിഫ് പോര് പൊളിഞ്ഞതോടെ സ്വർണത്തിന് കിട്ടിയത് വീണ്ടും സേഫ് ഹവാൻ ഡിമാൻഡാണ്. ഗോൾഡ് ETF-ലും ഒപ്പം സിൽവറും ETF-ലും നിക്ഷേപം ഒഴുക്ക് വീണ്ടും ശക്തമായി. വിലയും കുതിച്ചു തുടങ്ങി. എന്തായാലും രാജ്യാന്തര സ്വർണ്ണവില ഇന്നു രാവിലെ ഔൺസിന് $5165 വരെ എത്തി. $105 ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. ഇതാണ് ട്രെൻഡ് എങ്കിൽ കേരളത്തിലും ഇന്നു രാവിലെ വില കുതിക്കുമെന്നാണ് ഉറപ്പ്. വെള്ളിയും മുന്നേറുന്നുണ്ട്. അതേസമയം ഇറാനും US-ഉം തമ്മിലെ അടുത്ത ഘട്ട ആണവ ചർച്ച വ്യാഴാഴ്ച ജനീവയിൽ നടക്കുമെന്നാണ് ഒമാൻ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില നഷ്ടത്തിലായത്. US ക്രൂഡ് വില ബാരലിന് 0.86% താഴ്ന്ന് $65.91 ബ്രന്റ് ക്രൂഡ് വില 0.65% കുറഞ്ഞ് $71.29. ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ റഷ്യൻ എണ്ണയ്ക്ക് ബദലായി വലിയ തോതിൽ വാങ്ങുന്ന UAE മർമൻ ക്രൂഡ് വിലയും നേരിയ ഇടിവോടെ $72.06 ആയിട്ടുണ്ട്. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ വെള്ളിയാഴ്ച US ഓഹരി വിപണികൾ മികച്ച നേട്ടം കുറിച്ചിരുന്നു. എന്നാൽ ഇന്ന് US ഫ്യൂച്ചേഴ്സ് വിപണിയിലുള്ളത് നഷ്ടത്തിന്റെ കണക്കാണ്. ട്രംപ് ആഗോള തീരുവ 15% ആക്കിയെന്നും ഉടൻ പ്രാബല്യത്തിലാകുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇനിയും ഇത് സംബന്ധിച്ച അന്തിമ ഓർഡർ എത്താത്തത്, അതായത് പുറത്തിറങ്ങിയിട്ടില്ല. താരിഫ് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഓഹരി നിക്ഷേപകരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഫ്യൂച്ചേഴ്സ് വിപണിയിൽ ഡൗൺ ജോൺസ് 0.2%, S&P 500 സൂചികയിൽ 0.23%, നാസ്ഡാക്ക് 0.34% എന്നിങ്ങനെ നഷ്ടത്തിലായി.
അധിക തീരുവകൾ വരും മാസങ്ങളിലായി കൊണ്ടുവരുമെന്നാണ് ട്രംപ് പറഞ്ഞതും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. സുപ്രീം കോടതി വിധിയുടെ യുഎസും വ്യാപാര പങ്കാളികളും തമ്മിലുള്ള ഭിന്നതകൾ മാറുമെന്നായിരുന്നു നിക്ഷേപകർ കരുതിയിരുന്നത്. എന്നാൽ ഇനിയും തീരുവ വരുമെന്നും ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ, അതായത് പുതിയ തീരുവ വീണ്ടും എത്തുമെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ അനിശ്ചിതത്വം വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. ഇറാൻ US ചർച്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് എന്തായാലും വിപണി.